10ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാപ്റ്റർ 5 സംസ്കാരവും ദേശീയതയും. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നടപ്പിലാക്കിയ വർഷം 1835. രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഇങ്ങനെ പറഞ്ഞത് മെക്കാളെ പ്രഭു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കൻ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആരാണ് സ്ഥാപിച്ചത്? വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്. ബനാറസ് സംസ്കൃത കോളേജ് ജോനാഥൻ ഡങ്കൻ. 19ാം നൂറ്റാണ്ടിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താനും ശാസ്ത്രബോധം പ്രചരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമായി ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് സയൻറ്റിഫിക് സൊസൈറ്റികൾ. അലിഗഡ് സയൻറ്റിഫിക് സൊസൈറ്റി സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികവൽക്കരണത്തിനായി വാദിച്ച ആദ്യത്തെ ആൾ ആരാണ്? രാജാറാം മോഹൻ റോയ്. സതി എന്ന ദുരാചാരത്തെ ശക്തമായി എതിർത്ത സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനുമേൽ അവകാശം നൽകണമെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി രാജാറാം മോഹൻ റോയ്. ബംഗാളിൽ വിധവകളുടെ പുനർവിവാഹത്തിനായി പ്രവർത്തനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കിയ വർഷം 1856. ഹിന്ദു വിധവ പുനർവിവാഹ നിയമ ബിൽ പാസ്സാക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രശസ്തമായ കൃതികളാണ് ബാർന പോറിക്കോയ്, ബാല്യവിവാഹ് എന്നിവ. ബാർന പോറിക്കോയ്, ബാല്യവിവാഹ്. പണ്ഡിത രമാബായി സ്ഥാപിച്ച സംഘടന ശാരദാസദൻ. ശാരദാസദൻ്റെ ലക്ഷ്യം വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുക. ആര്യ മഹിളാ സമാജത്തിൻ്റെ സ്ഥാപക പണ്ഡിത രമാബായി. പണ്ഡിത രമാബായി തന്നെയാണ് ശാരദാസദൻ സ്ഥാപിച്ചത്. പണ്ഡിത രമാബായിയുടെ പ്രശസ്തമായ രചനയാണ് ദി ഹൈ കാസ്റ്റ് ഹിന്ദു വുമൺ. പ്രധാന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥാപകരും ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആര്യസമാജം. ആര്യസമാജം സ്ഥാപിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാൻ. പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജം ജ്യോതിറാവ് ഫൂലെ. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫൂലെ. ഹിതകാരിണി സമാജം വീരേശലിംഗം. സത്യശോധക് സമാജ് ജ്യോതിറാവ് ഫൂലെ. പ്രാർത്ഥനാ സമാജ് ആത്മാറാം പാണ്ഡുരംഗ്. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ.
ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം, ശ്രീനാരായണ ഗുരു. ദേശീയ കാഴ്ചപ്പാടോടുകൂടിയ പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തി രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്തുൽ അക്ബർ. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ലിട്ടൻ പ്രഭു. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വർഷം 1878. പ്രാദേശിക ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾക്ക് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ നിയമമാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന സുലഭ് സമാചാർ വർത്തമാനപത്രം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയതും ആരൊക്കെയാണെന്ന് നോക്കാം. പത്രങ്ങൾ: ഹിന്ദു സ്വദേശി മിത്രം. ഈ പത്രങ്ങൾ സ്ഥാപിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു സ്വദേശി മിത്രം സ്ഥാപിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യർ. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷ്, മോത്തിലാൽ ഘോഷ്. ബോംബെ സമാചാർ ഫർദൂർജി മർസ്ബാൻ. കേസരി, മറാത്ത എന്നീ പത്രങ്ങൾ സ്ഥാപിച്ചത് ബാലഗംഗാധര തിലക്. ബംഗാളി എന്ന പത്രം സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് മിസിസ് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധി. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം എന്ന പത്രം സ്ഥാപിച്ചത് ലാലാ ലജ്പത് റായ്. നേഷൻ എന്ന പത്രം സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1884. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ജി അഘാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് അഘാക്കർ, ബാലഗംഗാധര തിലക്, മഹാദേവ ഗോവിന്ദ റാനഡെ, MG റാനഡെ. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ച ഫർഗൂസൺ കോളേജ് സ്ഥിതി ചെയ്യുന്നത് പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ച വർഷം 1916. ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് 1916. വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. അലിഗഡിൽ സ്ഥാപിച്ച ജാമിയ മിലിയ ഇസ്ലാമിയയുടെ സ്ഥാപക നേതാക്കൾ മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, MA അൻസാരി. 1937 മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ പദ്ധതി വാർധാ വിദ്യാഭ്യാസ പദ്ധതി. വാർധാ പദ്ധതിയുടെ ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഉൽപാദനക്ഷമമായ ഏതെങ്കിലും തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം വിദ്യാഭ്യാസം നൽകാൻ എന്നഭിപ്രായപ്പെട്ടത് ഗാന്ധിജി. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലാക്കണമെന്നും അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി. ഗാന്ധിജി വിഭാവന ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയായി വിദ്യാഭ്യാസ പദ്ധതിയായ വാർധാ പദ്ധതിയുടെ മറ്റൊരു പേര് നെയിം താലിം. 1837 INC വാർധാ സമ്മേളനം 1837 INCയുടെ
വാർത്താ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നഭിപ്രായപ്പെട്ടത് വീരേശലിംഗം. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്നഭിപ്രായപ്പെട്ടത് വീരേശലിംഗം. 1837 INCയുടെ വാർത്താ സമ്മേളനം ഗാന്ധിജിയുടെ വാർത്താ വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായി നിയമിച്ച കമ്മിറ്റി ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായ നാടകത്തിന് നേതൃത്വം നൽകിയവർ ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ ടാഗോർ. ഭാരതമാത എന്ന സങ്കല്പം ആദ്യമായി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതിന് കാരണമായ നാടകത്തിന് നേതൃത്വം നൽകിയവർ ശിശിർ കുമാർ ഘോഷ്, സത്യേന്ദ്രനാഥ് ടാഗോർ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. വന്ദേമാതരം എന്ന ഗാനം എടുത്തിരിക്കുന്ന നോവൽ ആനന്ദമഠം. ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന കൊടിയ ചൂഷണത്തെ ഹൃദയഹാരിയായി ചിത്രീകരിച്ച നാടകം നീലദർപ്പൺ. നീലദർപ്പണിൻ്റെ രചയിതാവ് ദീനബന്ധു മിത്ര. നീലദർപ്പൺ എന്ന കൃതിയുടെ രചയിതാവ് ദീനബന്ധു മിത്ര. നീലദർപ്പണിൽ ചിത്രീകരിച്ച കർഷകരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ഇന്ത്യയിലെമ്പാടും പ്രചരിപ്പിക്കുകയും ചെയ്ത സംഘടന ഇന്ത്യൻ അസോസിയേഷൻ. നീലദർപ്പൺ എന്ന കൃതിയുടെ രചയിതാവ് ദീനബന്ധു മിത്ര. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് സുരേന്ദ്രനാഥ ബാനർജി. സാരെ ഹംസെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന ഗാനം രചിച്ച ഉറുദു കവി മുഹമ്മദ് ഇക്ബാൽ. നീലദർപ്പൺ രചയിതാവ് ദീനബന്ധു മിത്ര. കൃതികളും എഴുത്തുകാരും. ഘോര ഗീതാഞ്ജലി. ബംഗാളി ഭാഷയിൽ ഘോര ഗീതാഞ്ജലി എന്നീ കൃതികൾ എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ. ഹിന്ദി ഭാഷയിൽ സേവാസദൻ, പ്രേമാമൃതം, രംഗഭൂമി, ഗോദാൻ എന്നീ കൃതികൾ രചിച്ചത് പ്രേംചന്ദ്. തമിഴ് ഭാഷയിൽ പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻപാട്ട്, കുയിൽപ്പാട്ട് എന്നിവ രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. ഉറുദു ഭാഷയിൽ ഹയാത്തി സാദി, ഹയാത്തി ജവീദ് എന്നിവ രചിച്ചത് അൽതാഫ് ഹുസൈൻ ഹാലി. നിബന്ധമാല. മറാത്തി ഭാഷയിൽ നിബന്ധമാല രചിച്ചത് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. മലയാളത്തിൽ എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരിച്ചിൽ എന്നിവ രചിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. തൃശ്ശൂരിൽ കേരളകലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. വരിക വരിക സഹചരെ എന്ന ഗാനത്തിൻ്റെ രചയിതാവ് അംഷി നാരായണപിള്ള. സതി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. 1838 ഹരിപുരയിൽ നടന്ന INC സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ച ചിത്രം ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ്. കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുത്തത് ഗ്രാമീണ ചെണ്ടക്കാരൻ. ഗ്രാമീണ ജീവിതം എന്ന ചിത്രം വരച്ചത് അമൃത ഷേർഗിൽ. ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ഭാരതമാത ചിത്രം വരച്ച കാലഘട്ടം സ്വദേശി സമരകാലം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്രനാഥ ടാഗോർ. ഭാരതമാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ എന്ന ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ അബനീന്ദ്ര ടാഗോർ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സ് സ്ഥിതി ചെയ്യുന്ന നഗരം കൊൽക്കത്ത.
ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ആദ്യമായി ത്രിവർണ്ണ പതാകയ്ക്ക് രൂപം നൽകിയത് ഏത് കാലയളവിലാണ്? സ്വദേശി സമരകാലത്ത്. സ്വദേശി സമരകാലത്ത് രൂപം കൊണ്ട ത്രിവർണ്ണ പതാകയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനുമാണ് ആ പതാക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ദേശീയ പതാകയാണ് ചർക്കയോടുകൂടിയ ദേശീയ പതാക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ ദേശീയ പതാക ഏതാണ്? ചർക്കയോടുകൂടിയ ദേശീയ പതാക. ആദ്യ ത്രിവർണ്ണ പതാകയിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും 8 പ്രവിശ്യകളെ ആദ്യ പതാകയിൽ ഉള്ളത് എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനും. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിൻ്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെയും പ്രതീകം ചർക്ക. ഇന്ത്യയുടെ ദേശീയ പതാകയായി ത്രിവർണ്ണ പതാക സ്വീകരിച്ച വർഷം 1947. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമ ത്രിവർണ്ണ പതാക ഉയർത്തിയ വർഷം 1907. പതാക ഉയർത്തിയ സ്ഥലം സ്റ്റട്ട്ഗർട്ട്, ജർമ്മനി. പതാക ഉയർത്തിയ സമ്മേളനം 2ാം ഇൻ്റർനാഷണൽ സമ്മേളനം.